മനുഷ്യൻ്റെ പാപത്തിന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന ശിക്ഷയെന്ന് പറയുന്നത് അതികഠിനവും ഘോരവുമായിരിക്കുന്ന നരകശിക്ഷയാണ്. മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായി രക്ഷിതാവായി സകലത്തിലും സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം ഇറങ്ങി വന്നു. യേശു എന്ന പേരിൽ ഇവിടെ ജീവിച്ചു. 33.5 വർഷം പരിശുദ്ധനായി ഇവിടെ ജീവിച്ചു. അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതായിരുന്നു. അവൻ വന്നത് നമുക്ക് പകരക്കാരനായി മരിക്കുവാനാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ക്രൂശിൽ ശിക്ഷ അനുഭവിച്ച് രക്തമൊഴുക്കി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ യാഥാർത്ഥ്യം താങ്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് താങ്കൾ അംഗീകരിച്ച് താങ്കളുടെ പാപങ്ങളെ അവൻ്റെ മുമ്പാകെ സമ്മതിച്ച് പറഞ്ഞ്, യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അങ്ങാണെൻ്റെ രക്ഷകൻ, അങ്ങാണെൻ്റെ ദൈവം, ഇനിയുള്ള ജീവിതം അങ്ങേക്ക് എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ താങ്കൾക്ക് രക്ഷയുണ്ട്. അധർമ്മം മോചിച്ചു കിട്ടും. പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. ഈ ഭാഗ്യാവസ്ഥയിലേക്ക് താങ്കൾക്കും വരുവാനായിട്ട് സാധിക്കും. മാനസാന്തരപ്പെടുക, യേശുവിനെ രക്ഷകനും ദൈവമായി അംഗീകരിക്കുക.